Hi friends, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോൾ വീഡിയോ ആണ് ട്ടോ. കുറേ നാളായി ഹോൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോൾ വീഡിയോ ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണ്. ഒരുമിച്ച് വാങ്ങിച്ചല്ല, പല സമയത്തായിട്ട് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണ് ട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നും പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 6 മാസത്തിനുള്ളിൽ വാങ്ങിച്ച പ്രൊഡക്ട്സ് ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തുണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡ്രസ്സ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വാങ്ങിച്ച ഉടനെ കാണിച്ചാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ റിവ്യൂ പറയാൻ പറ്റില്ല, അല്ലെ കളർ പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എല്ലാം തന്നെ കുറേയൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിവ്യൂ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കറക്റ്റ് റിവ്യൂ തരാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പല പ്രൊഡക്ട്സും ഉണ്ട്. ബ്യൂട്ടി പ്രൊഡക്ട്സ് മാത്രമല്ല ഉള്ളത്, കുറേ അധികം പല പ്രൊഡക്ട്സാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇതൊരു മേക്കപ്പ് പൗച്ച് എന്നൊക്കെ പറയാം. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നിങ്ങൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ പല വെറൈറ്റി പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു മേക്കപ്പ് പൗച്ചിൻ്റെ ഈ ഒരു മേക്കപ്പ് പൗച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ബാഗിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ നിറച്ചിട്ട് കണ്ടോ. ഇതിങ്ങനെ ജസ്റ്റ് രണ്ട് സൈഡിലും ഇങ്ങനെ വള്ളി പോലെയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ നമുക്ക് എന്ത് പ്രൊഡക്ട്സ് വേണമെങ്കിലും വയ്ക്കാം. കുറേ അധികം കുത്തി നിറയ്ക്കാന്നുള്ളതാണ്. അത് ക്രീംസ് ആയിക്കോട്ടെ, മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ബ്രഷസ് ആയിക്കോട്ടെ, എല്ലാം അതിൽ വച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഈ സൈഡിലാണെങ്കിൽ ഇതിങ്ങനെ അടച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തോരം പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കൊണ്ട് നടക്കാമെന്നുള്ളതാണ്. അപ്പം ക്രീംസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ മറ്റ് മേക്കപ്പ് ബാഗുകൾ നമുക്കത് എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു ബാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാമെന്നുള്ളതാണ്. ഇത് ഇങ്ങനെ അടച്ചത് ഇങ്ങനത്തെ ഇങ്ങനെ ഭദ്രമായിട്ട് ഇരുന്നോളെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. എനിക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. മെയിനായിട്ട് ഇതൊരു ട്രാവൽ പർപ്പസിനാണ് ഇത് കൂടുതലായിട്ട് യൂസ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് പ്രൊഡക്ട്സ് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഇത് ഉപയോഗിച്ച് തന്നെ നമുക്കിത് കെട്ടി വയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാഗിലേക്ക് എടുത്തു വെച്ചാൽ മതി. നമുക്കിത് മാത്രമായിട്ട് കൊണ്ട് നടക്കാൻ വളരെ ഈസിയാണ്. പിന്നെ ഇതിലൊരു ഫ്ലെമിംഗോ ഡിസൈനാണുള്ളത്. ഫ്ലെമിംഗോ ഡിസൈനാണ് ഇതിൽ വരുന്നത്. അതുകൂടാണ്ട് പല ഡിസൈൻസിലും പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. കുറേ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ഇത്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ജ്വല്ലറിയാണ്. ഇത് കണ്ടോ, യു ബെല്ല അതിൻ്റെ ഒരു ചെയിനാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതൊരു 3 ലെയറിലൊരു ചെയിനാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ ഇങ്ങനെ ഈ ഒരു ചെയിൻ നല്ല ഇൻ ട്രെൻഡിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ പറയാം. ഇതൊരു 3 ലെയറിൽ കണ്ടോ, ഈ ഒരു 3 അല്ല 4 ലെയർ ഉണ്ട് കണ്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു ലെങ്ത് വൈസ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ഞാൻ ജസ്റ്റ് ഒന്ന് വച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞല്ലോ 4 ലെയർ ആണ് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത് വൈസ് നോക്കുമ്പോഴത്തേക്കും ഇത്ര ലെങ്ത് ആണുള്ളത്. കുറച്ചുകൂടി എനിക്കൊരു ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. പക്ഷേ ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല, ഓക്കെയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ബെസ്റ്റ് ക്വാളിറ്റി ഒന്നുമല്ല, ഓക്കെയാണ്. എന്തായാലും കൊള്ളാം. നല്ലൊരു 4 ലെയറിൻ്റെ നല്ലൊരു പീസാണ്. ഇങ്ങനത്തെ കുറേ വെറൈറ്റി അവൈലബിൾ ആണ്. നമ്മുടെ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ വെറൈറ്റി അവൈലബിൾ ആണ്. ഇതാണ് ജ്വല്ലറി. പിന്നെ അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ബ്രഷാണ്. ഇത് നമ്മുടെ പെഡിക്യൂർ ചെയ്യുന്നൊരു ബ്രഷാണ്. പെഡിക്യൂർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഗ്രിപ്പുള്ള കണ്ടോ. രണ്ട് സൈഡിലും ഇതൊരു കുറച്ചുകൂടി സോഫ്റ്റാണ്. ഇത് കുറച്ചുകൂടി ഒരു റഫായിട്ടുള്ളൊരു ബ്രഷാണ്. നമ്മൾ പെഡിക്യൂർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗമൊക്കെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കാൻ പറ്റും. നല്ലൊരു വേഗയുടെ ആണ് കേട്ടോ. വേഗയുടെ നല്ലൊരു ബ്രഷാണിത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല യൂസ്ഫുള്ളാണ്, നല്ലതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനം ഈ ഒരു ഇടിക്കണ കല്ലാണ്. ഇത് നല്ല ഹാൻഡിയാണ്. നമുക്ക് എന്താ പറയുക, ഉപയോഗിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ കുറച്ച് വലിയ ടൈപ്പാണ് നമ്മുടെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ. അപ്പം അത് നമുക്ക് കഴുകാനെടുത്തു പെരുമാറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, കഴുകി വയ്ക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണെങ്കിൽ കുറേ ഉപയോഗിച്ചു കേട്ടോ. അപ്പം ഇത് ഞാൻ നേരത്തെ ഭുവനേശ്വര സമയത്ത് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചുകൂടി വെയിറ്റ് കൂടിയതായിരുന്നു. ഇതിന് അത്രയും വെയിറ്റ് ഇല്ല, നല്ലതാണ്, അഫോർഡബിളുമാണ്. നമുക്ക് ഈ എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ട് സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എളുപ്പത്തിൽ വെളുത്തുള്ളിയോ ചെറിയുള്ളിയൊക്കെ ചതച്ചെടുക്കാനൊക്കെ വളരെ ഈസിയാണിത്. പിന്നെ ഹാൻഡിയാണ്. ഒട്ടും തന്നെ കനമില്ല, ലൈറ്റ് വെയിറ്റ് ആണത്, ഒട്ടും തന്നെ കനമില്ല. എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് താനും.
കാണിക്കാൻ പോകുന്ന 2 ബെഡ്ഷീറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്വാളിറ്റി വൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് ബെഡ്ഷീറ്റ് വന്നിട്ട്. ഇതൊരു ഡബിൾ ബെഡ്ഷീറ്റാണ്. നല്ലൊരു കളറാണ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യും. നിങ്ങൾ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ നല്ല രസമാണ്. ഈ ഒരു യെല്ലോയും വൈറ്റും ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ഗ്രേ കളറൊക്കെ വരുമ്പോൾ നല്ലൊരു ബെഡിൽ വിരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്ത് വന്നിട്ട് ഈ ഒരു സിംഗിൾ ബെഡ്ഷീറ്റാണ്. ഇതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആദ്യം കാണിച്ചത് കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു. ഇത് കോട്ടൺ അല്ല, ഇതിൻ്റെ ഒരു മിക്സഡ് മെറ്റീരിയലാണ്. പക്ഷെ നല്ലതാണ്. നല്ലൊരു ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിന്. പിന്നെ ഇതിനൊരു പില്ലോ കവർ, സിംഗിൾ ബെഡ്ഷീറ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു പില്ലോ കവർ ഇതിൻ്റെ കൂടെ ഉണ്ട്. നല്ലൊരു ഇതിൻ്റെ ഫോട്ടോ ഞാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ലതാണ്. ഇതിൻ്റെ കളറൊന്നും പോകുന്നില്ല. പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റോറേജ് ബോക്സാണ്. നമുക്കിപ്പം ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്ത് നമ്മൾ അലമാരിലൊക്കെ ചുമ്മാ റഫായിട്ട് അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഒരു മെസ്സപ്പായിട്ടിരിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു തുമ്പിയുടെ ഡ്രസ്സൊക്കെ വയ്ക്കാനായിട്ടൊരു അങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിക്കാൻ വിചാരിച്ചു. നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് സാരി, നമ്മുടെ സൽവാറൊക്കെ വയ്ക്കാം. അങ്ങനെ അലമാരിക്കകത്ത് തന്നെ നമുക്ക് സേഫായിട്ട് എടുത്തു വയ്ക്കാം. അപ്പം നമുക്കൊരു എല്ലായിടത്തും പോയി തപ്പേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ന സ്ഥലത്ത് ഒരു അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം പോയി നോക്കിയാൽ മതിയല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ബാഗാണ്. അങ്ങനത്തെ ഒരു ബാഗാണത്. ഇത് ഞാൻ ഡ്രസ്സ് വച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് വച്ചേക്കുന്ന ഉൾപ്പെടെ ഞങ്ങൾ കാണിക്കുന്നതാണ്. കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട് ഇതിന്. ഇങ്ങനത്തെ 2 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു സെറ്റായിരുന്നു, 2 എണ്ണത്തിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കാണിക്കുവാണെങ്കിൽ ഇതിന് ഇങ്ങനെ സിബുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തുറക്കാം. നല്ല സ്പേഷ്യസ് ആണ്. എന്തോരം ഡ്രസ്സുകളിലും വയ്ക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, എന്തോരം ഡ്രസ്സുകൾ ഇതിൽ വയ്ക്കാം. നമുക്ക് സാരിയൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീതി ഇതിനുണ്ട്. അപ്പോൾ സാരി വയ്ക്കാം, അതുപോലെ ഞാൻ പറഞ്ഞു സൽവാർ വയ്ക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സോ എന്തായാലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എനിക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു യൂസുള്ള സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, മെസ്സപ്പ് ആവാണ്ടിരിക്കാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്കിത് എങ്ങനെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് 2 എണ്ണത്തിന് സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. 2 എണ്ണത്തിന് 4 എണ്ണമൊക്കെ ആയിട്ടൊക്കെ 2 എണ്ണം 4 എണ്ണമൊക്കെ ആയിട്ടൊക്കെ ഇത് കിട്ടും. അപ്പം ഇത് നല്ലൊരു ഉപകാരപ്രദമുള്ളൊരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനം ഈ ഒരു മമ്മായത്തിൻ്റെ ഓണിയൻ ഹെയർ ഓയിലാണ്. ഇത് എങ്ങനെയാണെന്നുള്ള ഞാൻ കുറച്ച് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ, അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1 മന്തിൽ കൂടുതൽ യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ റിവ്യൂ ഇടാം കേട്ടോ. ഇത് മമ്മായത്തിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ബാക്കി കാണിച്ച പ്രൊഡക്ട്സ് എല്ലാം ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. ഇത് മമ്മായത്തിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ശരിക്കും ഹെയർ ഫോളിന്, ഓണിയൻ അറിയാലോ ഹെയർ ഫോളിന് നല്ലതാണെന്നുള്ളത്, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ട് ഹെയർ ഫോളിന് നല്ലതാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറേ ഹെയർ ഫോൾ തുടങ്ങിയപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു കണ്ടോ, നമുക്കിങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് നമ്മുടെ ഓരോ വകച്ചിലെടുത്തിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കോംബോ ഷേപ്പിൽ ഉണ്ട്. ഇതാണ് ഇത്രയുണ്ട് ഹെയർ ഓയിൽ. കുറച്ചൊരു കോസ്റ്റ്ലി എന്ന് പറയാം. ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ എപ്പോഴേലും ചെയ്യാം കേട്ടോ. കുറച്ച് യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാം. അപ്പം അന്നേരം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ഇതിനെക്കുറിച്ച് പറയാം കേട്ടോ. ഇതാണ് എൻ്റെ വേറൊരു പർച്ചേസ്. അടുത്തായിട്ട് വാങ്ങിച്ചത് ഒരു മാക്സി ടോപ്പാണ് കേട്ടോ. ഇത് മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് മിന്ത്രയിൽ മാത്രമല്ല ആമസോണിൽ ഉണ്ടെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ലതാട്ടോ, നല്ലൊരു മാക്സി ഡ്രസ്സ്. നല്ല ഒരു പഫ് സ്ലീവ് ഒക്കെ. ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ കുറച്ച് ഡിലീറ്റ് ആയി പോട്ടെ, അതുകൊണ്ട് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചാൽ നല്ലൊരു മാക്സി ഡ്രസ്സാണ്. ആമസോണിൽ അല്ല, മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ആമസോണിൽ ഇതിന് റേറ്റ് കുറവാണ് മിന്ത്രയെക്കാളും എന്നുള്ളത്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല മാക്സി ഡ്രസ്സാണ്. ഇഷ്ടംപോലെ നല്ല മാക്സി ഡ്രസ്സുകൾ ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഇതൊരു വേസ്റ്റ് ബിന്നാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ലൊരു വേസ്റ്റ് ബിന്നാണ് കേട്ടോ. നല്ലതാണ്. കുറേ ഇങ്ങനെ വെറൈറ്റി ഡിസൈനിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഇതൊരു ലോണ്ട്രി ബാസ്ക്കറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതുപോലെ തന്നെ ടോയ്സ്, കുട്ടികളുടെയൊക്കെ ടോയ്സ് ഉണ്ടല്ലോ, അതിട്ട് വയ്ക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ വലിച്ചു വാരിയിട്ടെടുക്കുമ്പോൾ നമുക്കൊരു അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുമ്പോഴാണല്ലോ ഒരു മൊത്തത്തിൽ കൊളായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കാമെന്ന്. പക്ഷേ ഇത് നല്ലതാണ്. ക്വാളിറ്റി ഇതിൻ്റെ നല്ല പ്ലാസ്റ്റിക്കൊക്കെ നല്ല പ്ലാസ്റ്റിക്കാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അടയ്ക്കുന്ന ലിഡ് ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ശരിക്കും നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്താൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങ്
ചേരില്ല അതിനോട്. അതാണ് എനിക്ക് കുഴപ്പമായിട്ട് തോന്നുന്നത്. പക്ഷേ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ലോണ്ടറി ബാസ്ക്കറ്റായിട്ട് നമുക്ക് അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു ബാസ്ക്കറ്റാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഒരു 6 മാസത്തിനുള്ളിൽ വാങ്ങിച്ച സാധനങ്ങളാണ്, ഒരുമിച്ച് വാങ്ങിച്ചതല്ല കേട്ടോ. പല പല സമയത്തായിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഹോൾ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ കുട്ടികൾക്കുള്ള ഹോൾ വീഡിയോസ്, ഹോപ്സ് കോച്ചിന്നൊക്കെ ഡ്രസ്സ് കുറച്ച് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യാം. യൂസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും